ഹലോ ഗൈസ്, വീട്ടിൽ മാമി നിൽക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. വന്ന സ്ഥിതിക്ക് മാമിനെ കൊണ്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുതിർത്ത് വെച്ച അരി ആട്ടിയെടുക്കുകയാണ് കേട്ടോ മാമി. ഏലക്കായും ചെറുപഴം കൂടെ ചേർത്താണ് കേട്ടോ ആട്ടുന്നത്. അരച്ചെടുത്ത മാവിലേക്ക് ആവശ്യത്തിനുള്ള മൈദ, ഉരുക്കി വെച്ച ശർക്കരയും കുറച്ച് എള്ളും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. ഇനി ചേർക്കേണ്ടത് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്ത് വെറുതെ ഇട്ടാ പോരാ, നെയ്യിൽ നല്ലോണം പൊരിച്ചെടുത്ത് അതാണ് കേട്ടോ ചേർക്കേണ്ടത്. അവസാനമായിട്ട് കുറച്ച് സോഡാപ്പൊടി അഥവാ അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മാവ് കട്ട കെട്ടാതെ ഇളക്കണം കേട്ടോ. ഇതാ അമ്മ അടുത്ത് വന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഇനി ഇത് ഉണ്ണിയപ്പ ചട്ടിയിലിട്ട് ചുട്ടെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ കുഴിയിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലത് പൊട്ടി വരാനൊക്കെ ചാൻസ് ഉണ്ട്, പക്ഷെ ഇത് അങ്ങനെ ഒന്നും ആയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൊത്തമായിട്ട് നമ്മൾ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാമിയുടെ കൈപ്പുണ്യം എങ്ങനെയാണെന്ന് നമുക്ക് തിന്ന് നോക്കണ്ടേ. തിന്നാനായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മധുരമൊക്കെ പാകമായിട്ട് നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പായിരുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. ടാറ്റാ.